ഈ എവിക്ഷനിൽ പുറത്തായിരിക്കുന്നത് റസ്മിൻ ബായി ആണെന്ന് 100% കൺഫേമാണ്. നാളത്തെ എപ്പിസോഡിലായിരിക്കും അത് കാണിക്കുക. വൈൽഡ് കാർഡായിട്ടാണ് വീട്ടിലേക്ക് കയറി വന്നത്. പക്ഷേ പലരെപ്പോലെയും സേഫ് ഗെയിം കളിച്ചില്ല. റസ്മിൻ തൻ്റെ ഗെയിം കളിച്ചിട്ടുണ്ട്. പക്ഷേ അത് കോംബോയ്ക്കിടയിലുള്ള ഒരു മീഡിയേറ്റർ എന്ന റോളായിപ്പോയെന്നേ ഉള്ളൂ. ഈ സീസണിലെ ഏറ്റവും ടോപ്പ് കണ്ടന്റ് ജബ്രി കോംബോ ആയിരുന്നല്ലോ. കണ്ടന്റ് വൈറലായിരുന്നെങ്കിലും പ്രേക്ഷകർ സ്വീകരിച്ചത് അത് നെഗറ്റീവ് സെൻസിലാണ്. അപ്പോൾ ആ ഒരു നെഗറ്റീവാണ് റസ്മിനിലേക്കും സ്പ്രെഡായത്. ജബ്രി കോംബോയെ എത്ര പേർ വെറുക്കുന്നോ, എത്ര പേർ ഹെയ്റ്റ് ചെയ്യുന്നോ, ആ ആളുകൾ മുഴുവനും റസ്മിനെയും ഹെയ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് റസ്മിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി. 4 വട്ടവും പവർ റൂമിൽ പോയതുകൊണ്ട് പ്രേക്ഷക വിധിയിൽ നിന്നും രക്ഷപ്പെട്ടു. അതുകൊണ്ടാണ് പവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ഗബ്രിയെ പ്രേക്ഷകർ യാത്രയാക്കിയത്. അപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് ജാസ്മിനെ പുറത്താക്കിയില്ലെന്ന്. ഈ സീസണിൽ സ്റ്റോറി മുഴുവനും ജാസ്മിനെ ബേസ് ചെയ്താണ് പോകുന്നത്. അതുകൊണ്ട് ബിഗ് ബോസ് പലതരത്തിലുള്ള ഫേവറുകൾ ജാസ്മിനെ ചെയ്യുന്നത് പ്രേക്ഷകർ കണ്ടതാണ്. ഇതൊരു റിയാലിറ്റി ഷോ ആണെങ്കിൽ പോലും ഇതൊരു മാർക്കറ്റിംഗ് കൂടാണ്, ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് ആ കണ്ടന്റ് വിറ്റ് മാക്സിമം റവന്യൂ ഉണ്ടാക്കാൻ അതിൻ്റെ നിർമ്മാതാക്കൾ ശ്രമിക്കുക തന്നെ ചെയ്യും. ഈ ജബ്രി കോംബോകൾ അവസാനിച്ച് കഴിഞ്ഞപ്പോൾ പതിയെ ശ്രീജൻ കോംബോയിലേക്ക് ചുവടുമാറ്റം നടത്തിയതാണ് റസ്മിൻ. ഇവർക്കിടയിൽ നിന്നുകൊണ്ട് ആ കോംബോയെ വൻ വിജയമാക്കാൻ വേണ്ടി മാക്സിമം പരിശ്രമങ്ങളൊക്കെ നടത്തി. അവരുടെ കോംബോ അത്ര വലിയ സക്സസ് ഒന്നും ആയിട്ടില്ലെങ്കിൽ പോലും ഒരു നെഗറ്റീവ് ഔട്ട്പുട്ടല്ല ജനങ്ങൾക്ക് കൊടുത്തത്. പക്ഷേ കോംബോകളിലേക്ക് കൂടുമാറ്റം നടത്തിയ റസ്മിനെ ജനങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ എപ്പിസോഡിൽ റസ്മിന് ലാലേട്ടൻ യെല്ലോ കാർഡ് കൊടുക്കുന്ന വീഡിയോ ഏഷ്യാനെറ്റ് യൂട്യൂബ് ചാനലിൽ പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഏറ്റവും ടോപ്പിൽ കിടന്നൊരു കമൻറ്റുണ്ട്. റസ്മിനെ വെറുക്കുന്നവരൊക്കെ ഇവിടെ വന്ന് കമൻറ്റ് ഇടുമെന്ന്. ആ ഒരു കമൻറ്റിന് 11,000 പേരാണ് ലൈക്ക് ചെയ്തത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രേക്ഷകർ റസ്മിനെ എങ്ങനെയാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന്. വോട്ട് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും 11,000 പേരുടെ ഹേറ്റ് നേടാൻ റസ്മിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതിലും കൂടുതലുണ്ടാവാം. പക്ഷേ ഈ സീസണിൽ ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിയാതാണ് റസ്മിൻ ബായി പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് വീണ്ടും കാണാം. ബായ്.